ഹായ്, ഹലോ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ പുതിയ സെക്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫീലിംഗ് സ്റ്റക്ക് ഇൻ സ്റ്റഡീസ്. ദിസ് വീഡിയോ വിൽ റീസ്റ്റാർട്ട് യുവർ മൈൻഡ്. നിങ്ങൾ പഠനത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണോ? ഈ വീഡിയോ നിങ്ങളെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. I am your sister, so we can move on to our today's video. There are moments when your mind feels heavy, your books looks blank, and nothing enters your head. No matter how hard you try, you are not weak, dears. You are not behind. You are simply stuck. This video is designed to restart your mind, just like restarting a phone when it freezes. When the mind restarts, clarity returns, focus sharpens, and everything that felt difficult start making sense again. നമ്മുടെ മുൻപിൽ പുസ്തകം തുറന്നിരിക്കുന്നു, പക്ഷെ ഒന്നും തലയിൽ കയറുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അറ്റൻഷൻ കിട്ടുന്നില്ല. ഇത് നിങ്ങളുടെ വീക്ക്നെസ് അല്ല മക്കളെ. നമ്മളുടെ ബ്രെയിൻ സ്റ്റക്ക് ആയിരിക്കുന്ന ഒരവസ്ഥയാണിത്. ഒരു ഫോൺ ഹാങ് ആകുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ബ്രെയിനിനും ഒരു റീസ്റ്റാർട്ട് ആവശ്യമാണ്. ഈ റീസ്റ്റാർട്ടാണ് ഈ വീഡിയോ നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ നമ്മളുടെ മൈൻഡിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. ഇനി നമ്മൾക്ക് ഫോക്കസും ക്ലാരിറ്റിയും എല്ലാം തിരിച്ചു വരും. നമ്മുടെ ബ്രെയിനിനെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്താലോ? വായോ. പ്രധാനമായിട്ട് ചില പോയിന്റുകളാണ് നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഒന്നാമതായിട്ട് 5-minute reset rule. When you feel stuck, don't force yourself. Take 5 minutes for rest and restart your brain. അതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. രണ്ടാമതായി, അപ്പൊ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താ മക്കളെ ചെയ്യാൻ പറ്റുക? അല്പമൊക്കെ നടക്കാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം, നമുക്ക് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകാം. So this restarts our nervous system and improves the mental clarity. രണ്ടാമതായി, ബ്രേക്ക് ബിഗ് ചാപ്റ്റേഴ്സ് ഇൻടു മൈക്രോ ടാസ്ക്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും എന്തിനെയാ ഭയപ്പെടുന്നത്? വലിയത് കാര്യങ്ങളെയാ ഭയപ്പെടുന്നത്. ഒരു ചാപ്റ്റർ വലുതായിട്ടിരിക്കുമ്പം നമ്മൾ അതിനെ ഭയപ്പെടും. എങ്ങനെ അത് തീരും, എങ്ങനെ തീർക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഭയം നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ചാപ്റ്ററിനെ മൈക്രോ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ചെറിയ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്കത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് അതൊരു പ്രചോദനമാകും. മൂന്നാമതായി, സ്റ്റഡി ഇൻ ബേസ്റ്റ് മോഡ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അത് നമ്മുടെ ബ്രെയിനിനെ ഫ്രഷ് ആക്കി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് പോയിന്റ് ആണ് യൂസ് ടീച്ച് ബാക്ക് മെത്തേഡ്. നമ്മളൊരു കാര്യം പഠിച്ചു, അത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യുക. പഠിപ്പിച്ചതെല്ലാം മറ്റുള്ളവരോട് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ബ്രെയിൻ സ്റ്റക്ക് ആണ്, നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. ദെൻ ഫിഫ്ത്ത് വൺ ആണ് റിമൂവ് ഡിസ്ട്രാക്ഷൻസ്. നമുക്കറിയാം, നമ്മളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ ഫോൺ ഉള്ളത്. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ വരും, നമ്മൾ അതിലോട്ട് പോകും, നമ്മുടെ ശ്രദ്ധ അതിലോട്ട് പോകും. സോ നമ്മുടെ ഫോൺ നമ്മൾ വേറൊരു റൂമിൽ വെച്ചിട്ട് വേണം പഠിക്കാനിരിക്കാൻ. അപ്പൊ ആ ഒരു മണിക്കൂർ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അത് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് സ്റ്റഡീസിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിയതിന് ശേഷം പഠിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. സിക്സ്ത് പോയിന്റ് ആണ് ചേഞ്ച് സ്റ്റഡി എൻവയോൺമെന്റ്. പഠനാന്തരീക്ഷം മാറ്റിയെടുക്കുക. നമ്മുടെ ബ്രെയിൻ സ്റ്റക്ക് ആണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ നമ്മളൊരു ചേഞ്ച് വരുത്തുക. നമ്മളിരിക്കുന്ന കസാര, നമ്മളിരിക്കുന്ന റൂം, നമ്മളിരിക്കുന്ന ടേബിൾ സെറ്റപ്പ്, റൂമിലെ ലൈറ്റിംഗ്, ഇതൊക്കെ നമ്മളൊന്ന് ചേഞ്ച് വരുത്തുക. സോ ദിസ് ന്യൂ എൻവയോൺമെന്റ് റിഫ്രഷസ് അവർ ബ്രെയിൻ ഇൻസ്റ്റന്റ്ലി. ദെൻ സെവൻത് വൺ, ആസ്ക് യുവർ സെൽഫ്, വൈ ആം ഐ സ്റ്റഡിങ് ദിസ്? ഇത് എന്തിനാ ഞാൻ പഠിക്കുന്നത്? പഠിക്കുന്നതുകൊണ്ട് എന്താ എൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും, എൻ്റെ ഫ്യൂച്ചറിന്റെ നല്ലതിനു വേണ്ടി, എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി,
എന്റെ എയിം എന്താണോ അതിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി. അപ്പൊ ഈ പർപ്പസ് നമ്മൾ ഓർത്തു വെക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ സ്റ്റക്നെസ് മാറിക്കിട്ടും. 8th പോയിന്റ്, ടോക്ക് ടു സമ്മൺ ഫോർ 2 minutes. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, പേരൻസ്, ഇവരോടൊക്കെ ഈ മനസ്സിലെ കൺഫ്യൂഷൻസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്ട്രെസ് റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് ബ്രെയിനിനൊരു റീസ്റ്റാർട്ട് മോഡിലോട്ട് നമ്മുടെ ബ്രെയിൻ എത്തും. 9th ആണ് മൈൻഡ് റിൻസ് ടെക്നിക്. മനസ്സിലുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ കഴുകിക്കളയുക എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ. നമ്മുടെ മനസ്സിലെ സ്ട്രെസ്സും കൺഫ്യൂഷൻസും ഒരു പേപ്പറിൽ നമ്മൾ എഴുതുക. ദെൻ അതൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ അതിനെ ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 2 hours കഴിഞ്ഞിട്ട് ആ വെള്ളത്തിനെ നമ്മൾ വെളിയിൽ ഒഴുക്കി കളയുക. അപ്പൊ അതിന്റെ ആ ചിന്ത എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിലുള്ള ഇംപ്യൂരിറ്റീസ്, കൺഫ്യൂഷൻസ് ഒക്കെ നമ്മൾ അത് കളഞ്ഞു എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മുടെ മനസ്സ് ഫ്രഷ് ആവുകയും നമ്മുടെ ബ്രെയിൻ അതൊരു നാച്ചുറൽ ഫീലിംഗ് നൽകുകയും തരും. 10th one, 10 to 15 minutes power nap. A short nap that refreshes the brain more than a coffee. So after waking up, you feel rebooted. Then, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റക്നെസ് മാറാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട പോയിന്റ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ബ്രെയിനിന് പുതിയ ഉണർവ് അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യാൻ സഹായിക്കുന്ന ചില പോയിന്റ്സ് ആണ്. സോ ഒരിക്കൽ സ്റ്റക്ക് ആയി എന്ന് വിചാരിച്ച് നമ്മൾ പിന്മാറേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരിക്കൽ സ്ലോ ആയാൽ നിങ്ങൾ വീക്ക് അല്ല. ഒരു റീസെറ്റ്, ഒരു ഡീപ്പ് ബ്രെത്ത്, ഒരു ചെറിയ ശ്രമം, ഇവ നിങ്ങളെ പുതിയ ട്രാക്കിൽ എത്തിക്കും. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യു ആർ എൻ എക്സ്ട്രാ ഓർഡിനറി ഇൻഡിവിജ്വൽസ്. യു ആർ എൻ എക്സ്ട്രാ ഓർഡിനറി ഇൻഡിവിജ്വൽസ്. ഈ വീഡിയോ ഒരു ചെറിയ റീസ്റ്റാർട്ട് നൽകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ഐ ആം യുവർ സിസ്റ്റർ. സോ കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് ഷൈനിങ് ഡിയേഴ്സ്. ഓക്കെ, താങ്ക് യു.